പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് എത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിപ്പാനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലും ഈ ശുശ്രൂഷയിലും വന്നു നിറയണമേ. ആമേൻ. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ആഴമേറിയ ബോധ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ലൂയി ഡി മോൺഫോർട്ട് പറയാണ്, യഥാർത്ഥ മരിയ ഭക്തി ചെയ്യുന്നവർ ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് പിതാവ് നമ്മളെ പഠിപ്പിച്ചത്. 1, ജഡത്തിൻ്റെ ദുരാശ. 2, കണ്ണുകളുടെ ദുരാശ. ഇന്ന് 3ാമത്തെ ചിന്തയാണ്, അതാണ് ജീവിതത്തിൻ്റെ അഹന്ത. പ്രിയപ്പെട്ടവരെ, എല്ലാ വിശുദ്ധരും തന്നെ എളിമപ്പെട്ടതുകൊണ്ടാണ് ദൈവത്തിലേക്ക് അവർ വളർന്നത്. എളിമപ്പെടാതെ ആർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് അടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സ്വർഗം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത്? മാതാവിൻ്റെ പരിശുദ്ധി വെളിപ്പെടുന്നത് എളിമയിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഗാനം കേട്ടില്ലേ, എളിമയെന്ന പരമപുണ്യം തരണമെന്നമ്മേ നിൻ്റെ എളിയ മക്കൾക്ക്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ എളിമയോടെ നമുക്ക് നിൽക്കാം. മാതാവേ, ഇത്രയും വലിയൊരു പൊസിഷൻ കിട്ടിയിട്ടും അമ്മ ഇത്രയും താഴ്ന്ന് എളിമയോടെ ലോകത്തിന് മുന്നിൽ നിന്നുവല്ലോ. അതുപോലെ ഓരോ വിശുദ്ധ കുർബാനയും സ്വീകരിക്കുന്ന എൻ്റെ ജീവിത അവസ്ഥകളെ എളിമയോടെ കാണാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ 8ാമത്തെ ദിവസം നമ്മൾ കൂടുതൽ എളിമ എന്ന പുണ്യത്തിലേക്ക് വളരാനുള്ള വഴികൾ കാണിച്ചു തരികയാണ്. അപ്പോൾ അതിനുള്ള തടസ്സം അറിയുമ്പോഴാണ് അതിനുള്ള മാർഗം നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, സർവ്വ പാപങ്ങളും ഉത്ഭവിക്കുന്നത് അഹങ്കാരമെന്ന ഒറ്റ പ്രവൃത്തിയിൽ നിന്നാണ്. എല്ലാ പാപങ്ങളും ഉത്ഭവിക്കുന്നത് അഹങ്കാരത്തിലാണ്. ആദ്യ പാപം ലോകത്ത് വരുന്നത് നിഷ്കളങ്കരായി ജനിക്കപ്പെട്ട ആദത്തിനും അവ്വയ്ക്കും ദൈവത്തെ പോലെ ആകണം എന്നുള്ള അഹങ്കാര ചിന്തയായിരുന്നു. ഒരിക്കലൊരു മാലാഖ ആയിരുന്ന
ലൂസിഫർ തൻ്റെ അഹങ്കാരം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ട കഥയും തുടങ്ങുന്നത് അഹങ്കാരത്തിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴെങ്കിലും പതറിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മളും വീണുപോയിട്ടുണ്ടെങ്കിൽ ഇതേ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ എളിമപ്പെടുന്നിടത്ത് അഹങ്കാരം നമ്മുടെ മുന്നിൽ കടന്നു വന്നിട്ടുണ്ടാകും. വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്നൊരു വാചകമുണ്ട്. അഹങ്കാരിയായ ഒരു മാലാഖ പിശാചാക്കി മാറ്റിയത്. അഹങ്കാരിയായ ഒരു മാലാഖയാണ് പിശാചായി മാറിയത്. എന്നാൽ എളിമയുള്ള മനുഷ്യനെ മാലാഖയാക്കാൻ പറ്റും. അഗസ്തീനോസ് പറയാ, അഹങ്കാരിയായ മാലാഖയാണ് പിശാചായി മാറിയത്. എന്നാൽ എളിമയുള്ള മനുഷ്യന് പെട്ടെന്ന് ഒരു മാലാഖയാകാൻ പറ്റും. അതുകൊണ്ട് ഈ 33 ദിവസം നമുക്കിങ്ങനെ ആഗ്രഹിക്കാം. മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുക. ഞങ്ങൾക്ക് എളിമയുള്ള മനുഷ്യരാകണം. മാലാഖയുടെ ശരീരമുള്ള എളിമയുള്ള മാതൃകയായിട്ട് മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അഹങ്കാരം? അവനവനെ പറ്റിയുള്ള തെറ്റായ അഭിപ്രായമാണ് അഹങ്കാരം. മറ്റൊരു വിധത്തിൽ പറഞ്ഞ ഞാൻ എന്ന ഭാവമാണ് അഹങ്കാരം. തന്നെ എന്നും ജീവിതത്തിൽ താൻ തന്നെയാണ് തൻ്റെ ആരംഭവും അന്ത്യവുമെന്ന് വിശ്വസിക്കുന്നതാണ് അഹങ്കാരം ഒരു മനുഷ്യനെടുക്കുന്നത്. പരോക്ഷമായി ദൈവത്തെ അവഗണിക്കുന്നത് ഒരു അഹങ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, 1-ാം പ്രമാണ ലംഘനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് കാണുന്നത് ഈ അഹങ്കാരത്തിൻ്റെ ചേഷ്ടകളാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരുമ്പോൾ അതിനോടൊപ്പം ഒരു തകർച്ചയും കടന്നു വരുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞ അഹങ്കാരം ഒരു വിഗ്രഹാരാധനയാണ്. എന്നെ തന്നെ ആരാധിക്കുക. ഞാൻ ചില വ്യക്തികളെ ദൈവത്തിൻ്റെ പൊസിഷനിൽ കൊണ്ടുവച്ച് ആരാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ പറഞ്ഞ അഹങ്കാരം എന്നത് ഒരു വിഗ്രഹ ആരാധനയാണ്. അഹങ്കാരം സ്വയം ദൈവം ആക്കലാണ്. ഇന്ന് അനേകം ശുശ്രൂഷകരും വളരുമ്പോൾ ആരൊക്കെയോ ദൈവത്തെ പോലെയാകുന്നുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് ചിന്തിക്കുമ്പോഴും ചിലപ്പോഴേക്കും ദൈവം പിശാചിന് നമ്മളെ പരീക്ഷിക്കാൻ വിട്ടുകൊടുക്കുന്നൊരു സന്ദർഭങ്ങളുണ്ട്. ജോബിനെ പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും അത് മറ്റുള്ളവൻ്റെ കുറവാണെന്ന് താഴ്ത്തിക്കെട്ടുന്ന അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിലുണ്ട്. തിരിച്ചറിയുക, അഹങ്കാരം സ്വയം ദൈവം ആകുന്ന അവസ്ഥയാണ്. 3-മത്തത്, ദൈവത്തോട് കടപ്പാടുള്ള ജീവിതമായ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ഒരു കടപ്പാട് പുലർത്താത്ത അവസ്ഥ അഹങ്കാരമുള്ള വ്യക്തിക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാനും സ്വന്തം തെറ്റുകളെ ശരിയായി കാണുന്ന ഒരു വ്യക്തി അഹങ്കാരിയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ ന്യായീകരണത്തിന് വ്യക്തിയാകുക. അനേകർ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ കുമ്പസാരക്കൂട്ടിൽ എന്താണ്, മറ്റുള്ളവൻ്റെ പാപം പറഞ്ഞിട്ട് പറയുക, ഞാനൊന്നും പാപം ചെയ്യാറില്ല, അവരിങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ആ പാപം ചെയ്തു. പ്രിയപ്പെട്ടവരെ, തീയും വെള്ളവും നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിന്നെടുക്കാം. നിന്റെ സുഹൃത്ത് നിന്റെ മുന്നിൽ തീയും വെള്ളം കൊണ്ടുവയ്ക്കുമ്പോൾ ഇഷ്ടമുള്ളത് നീ എടുക്കാൻ അവൻ പറഞ്ഞതുകൊണ്ട് എടുക്കണമെന്നുള്ളത് നിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പാപം എന്നത് അഹങ്കാര പ്രവൃത്തിയായിട്ട് മാറുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്കും വീഴ്ച സംഭവിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നുകൂടി ആഴത്തിൽ ചിന്തിക്കാം. അഹങ്കാരത്തിൽ നിന്ന് ഉളവാകുന്ന 3 ഗൗരവ പാപങ്ങൾ. 1 ഔന്നിത്യം, 2 ബഹുമാന ഇച്ഛ, 3-മത്തത് വ്യർത്ഥ അഭിമാനം. ഇതിൽ പ്രധാനപ്പെട്ട 2 ആശയങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 1 ബഹുമാന ഇച്ഛ. നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെല്ലാം എന്നെ ബഹുമാനത്തിൽ എന്നെ ആഗ്രഹിക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നിലയും വിലയുമുള്ള സ്ഥാനമാനങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമുള്ള ആദരവുകൾ. പലപ്പോഴും നമ്മൾ നിലയ്ക്കും വിലയ്ക്കുമുള്ള ബഹുമാനത്തെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അതിൽ തന്നെ വീണുപോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. നമുക്കറിയാലോ, ഒരു വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കണം. പലരും ഒന്നുമില്ലെങ്കിലും ഉള്ളതുപോലെ കാണിച്ചു നടക്കും. ഇത് അഹങ്കാരം നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. 1-മത്തത്, കിട്ടാൻ ഞാൻ ഒരു വിധത്തിലും അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുക. എനിക്കൊരു വിധത്തിലും ഈ സ്ഥാനമാനങ്ങൾ അർഹിക്കാൻ പറ്റില്ല, അതിനുള്ള കഴിവൊന്നുമില്ല, എന്നാൽ ഞാനത് ആഗ്രഹിക്കുക. ഒരു അക്ഷരം പഠിക്കാതെ പരീക്ഷ എഴുതും കുട്ടികൾ. എന്നാൽ മാർക്ക് പറയും അത് ടീച്ചറുടെ പ്രശ്നമാണ്, ഇവരുടെ പ്രശ്നമാണ്.
കാരണം ഒരിക്കലും നീ അർഹതപ്പെട്ടതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് പറയാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ നിനക്കത് പറയാനുള്ള അവകാശമില്ല. രണ്ടാമത്തത്, അർഹതയുള്ളതാണെങ്കിലും അത് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്തതിലുപരിയായിട്ട് തൻ്റെ ബഹുമതിക്ക് വേണ്ടി. ഇപ്പം നമുക്ക് അർഹതപ്പെട്ടൊരു ബഹുമതിയാണെങ്കിലും അത് മറ്റുള്ളവർക്കും അർഹതപ്പെട്ടതായിരിക്കാം. ചിലപ്പോൾ അവർക്കത് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അതിന് അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് കുറ്റം വിധിക്കുന്ന മനോഭാവം അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന. മൂന്നാമത്തത്, സ്ഥാനം ലഭിക്കാത്തതിൻ്റെ പറ്റിയിൽ തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുക. എനിക്കത് കിട്ടാത്തതുകൊണ്ട് കിട്ടിയവൻ എങ്ങനെയെങ്കിലും ദ്രോഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകളിൽ ഈ ഒരു അഹങ്കാരം ഉണ്ടോ? നമുക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ ഇരിക്കുമ്പോൾ അത് കിട്ടിയവനെ എങ്ങെങ്കിലും അവൻ്റെ കാല് പിടിച്ച് വീഴ്ത്തിയിടുക. ഈ ഞണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയും, ഒരു ഞണ്ട് കയറുമ്പോൾ ആ ഞണ്ടിനെ വലിച്ചിടുക, എന്നാൽ ഈ ഞണ്ട് കയറുമ്പോൾ മറ്റേ ഞണ്ടും വലിച്ചിടുക. ഇങ്ങനൊരു സ്വഭാവം നമ്മുടെ ഇടയിലുണ്ട്. ആരെയും ഉയർത്താൻ പറ്റാത്ത രീതിയിൽ സ്വയം വലിച്ചിടുന്ന ഒരു മനോഭാവം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തത് വ്യർത്ഥാഭിമാനമാണ്. നമ്മുടെ ഉള്ളിൽ ചില അഭിമാന ചിന്തകളുണ്ട്. അന്യരിൽ നിന്ന് പ്രശംസ കിട്ടാനുള്ള താല്പര്യമാണ് ഈ വ്യർത്ഥ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും എന്നെ പ്രശംസിക്കണം, എല്ലാവരും എന്നെ കാണണം, എന്നാൽ ഞാൻ ആരെയും പ്രശംസിക്കില്ല, ഞാൻ ആരെയും പുകഴ്ത്തില്ല, എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്നുള്ള ചിന്ത. രണ്ട്, വ്യർത്ഥാഭിമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ആത്മപ്രശംസ. അനേകർക്കുള്ളൊരു മനോഭാവമാണ് കപട മനോഭാവം. ഒന്ന് പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കപട മനോഭാവമുള്ള അഹങ്കാര ചിന്തയുള്ളവർക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ്. പറയുന്ന വാക്കിൽ ഒരു നിലപാടില്ലാത്തവർ. അതുകൊണ്ട് ചിന്തിക്കുക. അതുപോലെ തന്നെ കപട ഭക്തി, ഭയങ്കര ഭക്തി കാണിക്കുന്ന ഒത്തിരി പേര്. ഒരിക്കലെ ഒരു സഹോദരി എന്നോട് വന്ന് ചോദിച്ചു, അച്ഛൻ ഈശോയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉവ്വ, ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു, അച്ഛൻ കണ്ണൂർ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണൂർ പോയിട്ടില്ല. അപ്പോൾ വിളക്കന്നൂർ നടന്ന അത്ഭുതം കണ്ടിട്ടുണ്ടോ എന്ന് ഈ ചേച്ചി ചോദിക്കണേ. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ അച്ഛൻ യേശുവിനെ കാണണേ? ഞാൻ പറഞ്ഞു, എന്നും പരിശുദ്ധ കുർബാനയിൽ വരുന്ന ഈശോയുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സഹോദരിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അടയാളങ്ങളുടെ പുറകെ ഓടുമ്പോഴും നമ്മുടെ മുന്നിൽ അപ്പമായി തീരുന്ന, നമ്മുടെ ഇടവകപ്പള്ളിയിൽ മുറിവേൽക്കുന്ന ഈശോയുടെ മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അടയാളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വിശ്വാസമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒതുങ്ങിക്കൂടുന്നുണ്ട്. വ്യക്തി ദൈവങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ശക്തികൾ ഈ കാലഘട്ടം പരിശുദ്ധം ഒത്തിരി കരഞ്ഞു പറയുന്ന, മക്കളെ, നിങ്ങൾ കൃത്യമായ വിശ്വാസത്തിൽ പോയില്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകൾ നിങ്ങളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് തിരിച്ചറിയണേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കപട ഭക്തിയുള്ളവരുണ്ട്. അച്ഛന്മാരേക്കും കാണുമ്പോൾ ഭയങ്കര ഭക്തി, എന്നാൽ അതേ ചാപ്പലിൽ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ അവിടെ ഇരുന്ന് വർത്താനം പറയും. തിരിച്ചറിയണേ, ഒരേ ദൈവം തന്നെ, ഒരേ ദൈവം തന്നെ. ബലിപീഠത്തിൽ മുറിയപ്പെടുന്നതും അൾത്താരയിൽ വണക്കപ്പെടുന്നതും ഒരേ യേശു തന്നെ. കപട ഭക്തി നമുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭക്തി പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രകടനമായിട്ട് മാറണം. അതുകൊണ്ട് എല്ലാം അറിയാമെന്ന ചിന്ത. ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട്, എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പഠിക്കാനില്ല. പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ പഠിച്ചതൊന്നുമില്ല. കാരണം പഠിച്ചാലല്ലേ ഓർമ്മയിൽ അത് വരുള്ളൂ. പഠിക്കാത്ത കാര്യം പഠിച്ചുവെന്ന് പറഞ്ഞാൽ പേപ്പർ ഇടുന്നവർ നമ്മൾ പഠിച്ചത് ഇടണമെന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. എല്ലാം അറിയാം, എനിക്കറിയാത്ത എന്തോ ഉള്ളത്. ഇന്നത്തെ തലമുറയിലെ യുവജനങ്ങൾ അനേകർ തെറ്റിപ്പോകുന്ന എങ്ങനെയാണ്? എല്ലാം അറിയാം, എന്നാൽ ഇൻ്റർവ്യൂവിന് പോയിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ ജോലി കിട്ടുന്നില്ല. എല്ലാം അറിയാമെന്നുള്ളതല്ല, അറിയാനായിട്ട് പരിശ്രമിക്കുക, നല്ല അറിവുകളെ സ്വീകരിക്കുക, ചീത്ത അറിവുകളെ ഉപേക്ഷിക്കാനായിട്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രിഗറി പറയുക, 7 മൂലപാപങ്ങളുടെ ഓർഡർ എടുത്താൽ അതിലൊന്നാം സ്ഥാനമുള്ളത് അഹങ്കാരത്തിനാണ്. വിശുദ്ധനായ ഗ്രിഗറി പിതാവ് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഈ മൂലപാപങ്ങൾ എടുത്താൽ അതിലൊന്നാം സ്ഥാനം കൊടുക്കുന്ന അഹങ്കാരത്തിനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഈ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വില. അഹങ്കാരം 7 വിധത്തിലുണ്ട്. ഒന്നാമത്തത് ഭയമാണ്. പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കുന്നൊരു വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഈ ലോകത്തെ ഭയക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ പിന്നെയും കള്ളത്തരം ചെയ്യാൻ തുടങ്ങും. മനുഷ്യൻ്റെ മുന്നിൽ കുറേ ചേഷ്ടകൾ കാണിക്കും. അവസാനം ലോകത്തിന് പിന്നെയും കള്ളം പറഞ്ഞ് അവനെ ഭയക്കാൻ തുടങ്ങും. എന്നാൽ ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് ഒന്നിനും അഹങ്കരിക്കാനില്ല. എല്ലാം ദാനമായിരിക്കെ എന്തിനു ഞാൻ അഹങ്കരിക്കണം? രണ്ടാമത്തത് അവകാശബോധം ഉള്ളവരായിരിക്കും. ഈ അഹങ്കാരം നമുക്ക് വരുത്തുന്നത് ഒരു അവകാശബോധമാണ്. ഞാൻ എന്നത് എനിക്കിത് അവകാശപ്പെട്ടതാ, എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ശരിയാവില്ല. പ്രിയപ്പെട്ടവരെ, അവകാശപ്പെട്ടത് സ്വീകരിക്കുന്നത് തെറ്റല്ല, എന്നാൽ ചില അവകാശബോധങ്ങൾ ശരിയാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.
നമ്മളെക്കാൾ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അതവർ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ ടീച്ചറാവാനായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ കേട്ടിട്ട് എക്സാം എഴുതാണ്. അങ്ങനെ ഞാൻ 1 മാർക്കിന് തോറ്റു അച്ഛാ. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ കിട്ടിയ പ്രേരണ അനുസരിച്ച് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയുടെ ഒപ്പം പരീക്ഷ എഴുതിയ ഒരു പാവപ്പെട്ട കുടുംബത്തിലൊരു സഹോദരി ജപ്തിയുടെ വക്കീലാണ്. ഈ ജോലി കിട്ടിയാലേ അവർക്ക് ജീവിതമുള്ളൂ. അങ്ങനെയെങ്കിൽ ചേച്ചിയുടെ 1 മാർക്ക് എടുത്ത് ആ ചേച്ചിക്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ ആ ചേച്ചി എന്നെ തുറപ്പിച്ച് നോക്കിയിട്ട് പറയുക, അതെന്തിനാ അച്ഛാ ദൈവം അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ അതൊരു നന്മയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ നമുക്കൊരു ഫലമുണ്ടെന്നേ. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒതുങ്ങുമ്പോഴാണ് ഈ അഹങ്കാരം വരുന്നത്. മറ്റുള്ളവരും നമ്മിൽ നിന്ന് നന്മ കിട്ടുകയാണെങ്കിൽ, അത് ദൈവ അനുവദനീയമാണെങ്കിൽ, നീ ദൈവത്തിന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 മാർക്ക് പിന്നീട് നിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല നിൻ്റെ മക്കളുടെ ജീവിതത്തിലും പലിശയ്ക്ക് പകരം കൂട്ടുപലിശയായിട്ട് ദൈവം തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ നന്ദികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ നന്ദി പറയണം. അഹങ്കരിക്കാനുണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നന്ദി പറഞ്ഞു നോക്കിയേ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഓരോ വസ്തുവിനും നന്ദി പറയുകയാണെങ്കിൽ എത്ര നന്ദി പറയണം? അങ്ങനെയെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നന്ദി പറയാത്തതാണ് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം, കുറ്റം പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. 4-മത്തത് പ്രാർത്ഥനയുടെ നമ്മൾക്ക് അഭാവമുണ്ട്. പ്രാർത്ഥനയുടെ അഭാവമാണ് 4-മത്തെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. 5-മത്തെ കാര്യം, മനുഷ്യരുടെയും ലോകത്തിൻ്റെയും പ്രീതി നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അഹങ്കാരം വരാൻ കാരണം ഈ ലോകത്തിൻ്റെ പ്രീതി നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, മനുഷ്യരുടെ പ്രീതി നേടാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിത നിലയ്ക്ക് ലൂയി മോൺഫോർട്ട് പഠിപ്പിക്കുന്നുണ്ട്, പൗരോഹിത്യങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എളിമപ്പെട്. പൗരോഹിത്യം ശുശ്രൂഷിക്കപ്പെടാനുള്ളതാണ്, കാല് കഴുകാനുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈശോ ചെയ്തത് ഈ എളിമപ്പെടലാണ്. അതാണ് ഈ 12 പേർക്കും സാധിക്കാത്തത്. കാരണം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അടിമ ചെയ്യുന്ന ജോലി ഈശോ പത്രോസിൻ്റെ കാല് കഴുകുമ്പോൾ പത്രോസ്, ഇത് പറ്റില്ല, ഞങ്ങൾ നിന്നെ വെച്ചിരിക്കുന്ന ഒരു രാജാവായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിക്കുന്നത് എളിമയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണേ, കാല് കഴുകേണ്ട ഒരു കുടുംബം. എനിക്ക് പരിചയമുള്ളൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ നടക്കുന്ന സംഭവം, അവിടെ 8 മക്കളുണ്ട് ആ കുടുംബത്തിൽ. അപ്പോൾ ഈ മാതാപിതാക്കൾ ഈ മക്കളെ പഠിപ്പിച്ചിരിക്കുക, അപ്പനും അമ്മയും വഴക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ബക്കറ്റ് മൂത്ത മകന് പേടിച്ചു കൊടുത്തിട്ടുണ്ട്, 2-മത്തെ മകന് ഒരു പോണി മേടിച്ചിട്ടുണ്ട്, 3-മത്തെ മകൾക്ക് ഒരു ടവല് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, 4-മത്തെ കുഞ്ഞിന് സോപ്പ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ മേടിച്ചു കൊടുത്തിരിക്കുക. ഇവരുടെ വീട്ടിൽ എന്നും നടക്കുന്ന എന്താണെന്നറിയോ? താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചയുമരയിൽ ചുറ്റി. ഈശോ ചെയ്ത കാര്യം വീട്ടിൽ നടക്കുക. അപ്പനാണ് വഴക്ക് കൂടണമെങ്കിൽ എല്ലാവരും കൂടി ചെല്ലും, അപ്പൻ എല്ലാവരുടെയും കാല് കഴുകും. പ്രിയപ്പെട്ടവരെ, അമ്മയാണ് വഴക്ക് കൂടുന്നത്. ഇന്ന് ആ കുടുംബത്തിൽ അത്രമാത്രം എളിമയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പരിശീലനമാണ്. പെസഹ വ്യാഴാഴ്ച നടക്കുന്നൊരു കാര്യം ജീവിതത്തിൽ എന്നും നടത്താൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാല് കഴുകേണ്ട ആവശ്യമില്ല. ഈ കാല് കഴുകേണ്ട മാതൃകകൾ വന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഈ അഹങ്കാരത്തിൻ്റെ എല്ലാ പാപങ്ങളുടെയും മൂലകാരണമായ ഈ പിശാചിനെ നമുക്ക് തോന്നി. ഇത് ഡെലിവറൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എളിമപ്പെടുന്നത് പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ഡെലിവറൻസ് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരാധനയും നമ്മൾ എളിമയുടെ പ്രകടനം ചൊല്ലി പ്രാർത്ഥിക്കും. ആ സമയത്ത് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, എളിമപ്പെടാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 28-ാം വാക്യം പറയുക, അഹങ്കാരികൾ കഷ്ടതയ്ക്ക് പ്രതിവിധിയാകും. അഹങ്കരിക്കുന്നവന് കഷ്ടത പ്രതിവിധിയാകും. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേര് പാകിയിരിക്കുന്നു. അപ്പോൾ അനേകരുടെ ഹൃദയത്തിൽ ഈ ദുഷ്ടത വേര് പാകിയിരിക്കുക. അതുകൊണ്ട് ലൂയി മോൺഫോർട്ടിൻ്റെ ആത്മീയതയിൽ യഥാർത്ഥ മരിയ ഭക്തൻ ആരാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ലൂയി മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മരിയ ഭക്തരാകാനാണ്. 1, സ്വയം താഴ്ത്തുന്നവനാണ് യഥാർത്ഥ മരിയ ഭക്തൻ. 2, ദൈവത്തെ ജീവിതം കൊണ്ട് ഉയർത്തുന്നവനാണ് യഥാർത്ഥ മരിയ ഭക്തൻ. 3, മഹത്വം, സ്വന്തം മഹത്വം അന്വേഷിക്കാതെ ദൈവകൃപയുടെ മഹത്വം അന്വേഷിക്കുന്നവനും അംഗീകരിക്കുന്നവനുമാണ് യഥാർത്ഥ മരിയ ഭക്തൻ. പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ മരിയ ഭക്തരുടെ ഒരു പ്രതിഷ്ഠയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ജീവിതം കൊണ്ട് ദൈവത്തെ ഉയർത്തിയോ, ദൈവത്തിന് മഹത്വം കൊടുത്തോ, നമ്മൾ ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ എളിമപ്പെടുത്തിയോ? അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ദിവസം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറയാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണേ, അഹങ്കാരത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ എൻ്റെ ജീവിതത്തിൽ എളിമ എന്ന പുണ്യത്തിൻ്റെ കടൽ ഇന്നൊഴുക്കണമേ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു അഭിഷേകം ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ.
റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ കാർമൽ മലയിൽ തൂവുന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ കാർമൽ മലയിൽ തൂവുന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ നോഹദൻ പെട്ടകമേ നോഹദൻ പെട്ടകമേ റോസാ 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 സ്വർഗീയ റോസാ ആനന്ദ റോസാ സ്വർഗീയ റോസാ ആനന്ദ റോസാ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ റോസാ 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 സ്വർഗീയ റോസാ ആനന്ദ റോസാ സ്വർഗീയ റോസാ ആനന്ദ റോസാ
ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ലുത്തിനിക ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഇനി ഓരോ പ്രാർത്ഥനയ്ക്കും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് സമൂഹം പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിന്റെ തിരുക്കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധമായ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്വലിച്ചിരിക്കുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യനായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്വത്തിന് പൂർണ്ണതയൊരുക്കുന്ന ഈശോ വസിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിനെ പ്രസാദിപ്പിച്ച ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധി ലഭിച്ചിരിക്കുന്ന നന്മയുടെ സമ്പൂർണതയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപർവ്വതങ്ങളുടെ ആശയമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയും അധിക ദയയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ കൃപകൾ അപേക്ഷിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവിടമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്ദകളാൽ പൂരിതമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആക്രമണ നിമിത്തം തകർക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾക്ക് പരിഹാരബലിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ
രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാണേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാണേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠാജപം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികേ, തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ടതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആരാധനയുടെ നിമിഷങ്ങളിൽ
കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന യേശുവേ, ആരാധന 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 ആത്മനെ ആരാധന. യേശുവേ, ആരാധന ആത്മനെ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ മുൻപിൽ എളിമയോടെ ആയിരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കുവാനും എളിമപ്പെടുവാനും ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ മുൻപിൽ ഈ 8-ാം ദിവസം പരിശുദ്ധ അമ്മ എന്ന എളിമയുടെ പുണ്യം സ്വന്തമാക്കിയ അമ്മയുടെ വിമല ഹൃദയം, പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാം. ഏതൊരു മനുഷ്യൻ്റെയും പതനത്തിന് കാരണം ആദ്യ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ടായ ദൈവത്തെ പോലെ ഞങ്ങളെന്ന ഭാവത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച അഹങ്കാരത്തിൻ്റെ ദുരാശയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ചിലപ്പോഴൊക്കെയും അഹങ്കാരികളാകാറില്ലേ? അഗസ്തീനോസ് പറയുക, അഹങ്കാരമാണ് മാലാഖയെ പിശാചാക്കി മാറ്റിയത്, എന്നാൽ എളിമയാണ് മനുഷ്യനെ മാലാഖയാക്കി മാറ്റുന്നത്. അഹങ്കാരമാണ് മാലാഖയെ പിശാചാക്കി മാറ്റിയെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നമുക്ക് എളിമയുണ്ടെങ്കിൽ നമുക്കും ഒരു മാലാഖയായിട്ട് മാറാൻ കഴിയും. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ അമ്മ പറയുക, മക്കളെ, ദൈവസന്നിധിയിൽ എളിമയുള്ളവരായിട്ട് തീരണം. നമുക്ക് ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യം പറയുക, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവത്തിനും മനുഷ്യർക്കും നിന്ദ്യരാണ്. ഇന്ന് അനേകർ കുടുങ്ങിക്കിടക്കുന്ന ഒരു പാപാവസ്ഥയാണ് അഹങ്കാരം. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം, പൊടിയും ചാരമായ മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്കെന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നതല്ലാതെ എന്താ നമുക്കുള്ളത്? നമുക്ക് എളിമപ്പെടണ്ടേ? ദൈവം പറയുക, കുഞ്ഞേ, ഞാൻ നിനക്കെല്ലാം തന്നു, ഞാൻ നിന്നെ പോറ്റി വളർത്തി, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുന്നു. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എല്ലാം ദാനമായിരിക്കെ എന്തിനാ നമ്മൾ അഹങ്കരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് എളിമപ്പെടാം. ആ ഒരു പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്. വിനയമുള്ളവരുടെ കൂടെ ദൈവിക ജ്ഞാനം ഉണ്ടാകും. സുഭാഷിതം 11:2 പറയാം. നമുക്ക് എളിമപ്പെടാം. കരങ്ങൾ കൂപ്പി പിടിച്ച് ഏറ്റവും ഭക്തിയോടെ ഈ ദിവ്യഗാന സന്നിധിയിൽ എളിമയോടെ നമുക്ക് ഈശോയുടെ മുന്നിൽ ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവം തന്നതാ. ദൈവത്തിന് മുന്നിൽ പരിശുദ്ധ അമ്മയെപ്പോലെ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
യേശുവേ നിൻ പാതയിൽ എല്ലാം നിന്റെ ദാനമല്ലോ, എനിക്കൊന്നും സ്വന്തമില്ല. എല്ലാം നിന്റെ ദാനമാണ്. എല്ലാം നിന്റെ ദാനമല്ലോ, എനിക്കൊന്നും സ്വന്തമില്ല. എൻ ജീവിതം നിന്റെ ദാനമല്ലോ, എന്റേതായൊന്നുമില്ല. എൻ ജീവിതം നിന്റെ ദാനമല്ലോ, എന്റേതായൊന്നുമില്ല. എളിമയിലെന്നും ജീവിക്കുവാനായി നാഥാവിൻ കൃപ ചൊരിയൂ. എളിമയിലെന്നും ജീവിക്കുവാനായി നാഥാവിൻ കൃപ ചൊരിയൂ. എൻ ജീവിതം നിന്റെ ദാനമല്ലോ, എന്റേതായൊന്നുമില്ല. എൻ ജീവിതം നിന്റെ ദാനമല്ലോ, എന്റേതായൊന്നുമില്ല. എളിമയിലെന്നും ജീവിക്കുവാനായി നാഥാവിൻ കൃപ ചൊരിയൂ. ഞങ്ങൾക്ക് കൃപ വേണമോ? എളിമയിലെന്നും ജീവിക്കുവാനായി നാഥാവിൻ കൃപ ചൊരിയൂ. എളിമയുടെ പുണ്യം അഹങ്കാരമെന്ന അരൂപിയെ ഈ സമയം ഞങ്ങൾ എടുത്തു മാറ്റണമേ. എളിമ നൽകണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ എളിമ നൽകണമേ. എളിമ നൽകണേ അപ്പാ. സ്വയം താഴ്ത്തുവാനുള്ള കൃപ. പാദം കഴുകി അങ്ങയെ പോലെ എളിമപ്പെടുവാൻ ഈശോയെ നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പാദം കഴുകിയ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാം ശുശ്രൂഷകരാകണം. എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് നമുക്കൊരു ആക്സസ് ഉണ്ടാകണം എളിമ കൊണ്ട്. നമുക്ക് സദാവറും വചനം കേൾക്കാം. ലുക്കാട് സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണെന്ന് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റൊരാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളിൽ നിന്നും നീതിരഹിതരായ വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയല്ല, ഈ ചുങ്കക്കാരനെ പോലെയുമല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കും. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നെ കനിയണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് അന്ന് വരെ ചെയ്തത് ശിഷ്യന്മാരൊരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം. ഏറ്റവും ചെറിയ അടിമ ചെയ്യുന്ന കാര്യമാണ് കാല് കഴുകുക. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകരുത്, കാരണം ഞാൻ നിന്നെ വലിയവനായി കണ്ടു. പക്ഷെ പറഞ്ഞു, നീ എന്നെ വലിയവനായി കണ്ടാലും എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്
എളിമയുള്ളവനാകാനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മയിലും നഷ്ടപ്പെട്ടു പോകുന്ന എന്താ? എളിമപ്പെടാനുള്ളൊരു മനസ്സാണ്. പരിശുദ്ധ അമ്മ ആരാ? എളിമയുള്ളൊരു അമ്മ. പ്രിയപ്പെട്ടവരെ, ഈശോ അമ്മയെ നമുക്ക് തന്നത് എളിമയോടെയാണ്. അമ്മ നമ്മുടെ ജീവിതത്തിൽ വന്നത് എളിമയുള്ളവളായിരുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞേ, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കാരണം ശക്തനായവൻ എനിക്ക് തന്ന ഏറ്റവും വലിയ കൃപയാണ് എളിമപ്പെടാൻ. എല്ലാവരുടെ മുന്നിൽ താഴെ വളർത്തുപിതാവായ ഔസപിതാവിൻ്റെ മുന്നിൽ എളിമപ്പെട്ട മാതാവ്, ഭയങ്കര അനുസരണ മാതാവിന്. കാരണം എന്താണെന്നറിയോ? ഈജിപ്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ മാതാവിന് പറയായിരുന്നു, എന്നോട് മാലാഖ പറഞ്ഞില്ലല്ലോ, ഞാൻ ദൈവത്തിൻ്റെ അമ്മയല്ലേ. പ്രിയപ്പെട്ടവർ, ഇതൊന്നും പറയുന്നില്ല. ആ വാക്ക് കേട്ട് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്ന പരിശുദ്ധ അമ്മ. എളിമ ഒരു തിടുക്കം കൂട്ടലാണ്. നന്മ ചെയ്യാനുള്ളൊരു തിടുക്കം കൂട്ടലാണ് എളിമ. നമുക്ക് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ അമ്മയോട് ചേർന്ന് ഈ 2 വരികൾ നമ്മുടെ ഹൃദയത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് പാടാം. എളിമ എന്ന പരമ പുണ്യം തരണമെന്നമ്മേ, നിന്റെ എളിയ മക്കൾക്ക്. എളിമ എന്ന പരമ പുണ്യം തരണമെന്നമ്മേ, നിന്റെ എളിയ മക്കൾക്ക്. നിന്റെ എളിയ മക്കൾക്ക്, നിന്റെ എളിയ മക്കൾക്ക്. എളിമ എന്ന പരമ പുണ്യം തരണമെന്നമ്മേ, നിന്റെ എളിയ മക്കൾക്ക്. നിന്റെ എളിയ മക്കൾക്ക്, നിന്റെ എളിയ മക്കൾക്ക്. അമ്മയോട് ചേർന്ന് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുക. എളിമ എന്ന പുണ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചതിൽ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എളിമയുടെ പ്രകരണം. നമ്മളെല്ലാം ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. ഹൃദയ ശാന്തതയും എളിമയുള്ള ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുക. ഹൃദയ ശാന്തതയും എളിമയുള്ള ഈശോയെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇനിയുള്ള ഓരോ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ഈശോയെ, എന്നെ രക്ഷിക്കണമേ എന്നാണ് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. സ്തുതിക്കപ്പെടണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. സ്നേഹിക്കപ്പെടണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. ബഹുമാനിക്കപ്പെടണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. പ്രശംസിക്കപ്പെടണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. പരിഗണിക്കപ്പെടണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. എന്നോട് ആലോചന ചോദിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. അംഗീകരിക്കപ്പെടണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. ചെറുതാക്കപ്പെടുമെന്നുള്ള എൻ്റെ ഭയത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. അവഗണിക്കപ്പെടുമെന്നുള്ള എൻ്റെ ഭയത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. കുറ്റപ്പെടുത്തുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. വിസ്മരിക്കപ്പെടുമെന്നുള്ള എൻ്റെ ഭയത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. പരിഹസിക്കപ്പെടുമെന്നുള്ള എൻ്റെ ഭയത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. എന്നോട് അനീതി ചെയ്യുമെന്ന് ഭയത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. സംശയിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഈശോയെ എന്നെ രക്ഷിക്കണമേ. ഇനി ഓരോ പ്രാർത്ഥനയ്ക്കും ഈശോയെ എനിക്ക് കൃപ തരണമെന്ന്, എളിമയുടെ കൃപ നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക.
മറ്റുള്ളവർ എന്നേക്കാൾ സ്നേഹിക്കപ്പെടുമെന്നുള്ള ആഗ്രഹിക്കുവാൻ. ഈശോയെ എനിക്ക് കൃപ നൽകണമേ. മറ്റുള്ളവർ എന്നേക്കാൾ പ്രശംസിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുവാൻ. ഈശോയെ എനിക്ക് കൃപ തരണമേ. എല്ലാവരും എന്നെ പുറന്തള്ളുമെന്ന് ആഗ്രഹിക്കുവാൻ. ഈശോയെ എനിക്ക് കൃപ തരണമേ. ഞാൻ വിശുദ്ധി പ്രാപിക്കുന്നതോടൊപ്പം മറ്റുള്ളവർ എന്നേക്കാൾ വിശുദ്ധരാകണമെന്ന് ആഗ്രഹിക്കുവാൻ. ഈശോയെ എനിക്ക് കൃപ തരണമേ. രണ്ട് കരങ്ങൾ ഉയർത്താം. ഇന്ന് എളിമയുടെ പുണ്യം നിറയുന്ന ദിവസമാണ്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 8ാം ദിവസം. എളിമയുടെ പുണ്യം, ലോകാരൂപിയെ തോൽപ്പിക്കാനുള്ള എളിമ എന്ന പുണ്യം നിറയാൻ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചിതാ പരിശുദ്ധാത്മാവ്. എളിമ, മാതാവിൽ നിറഞ്ഞ എളിമ എന്ന ആത്മാവിന്റെ പുണ്യം നമ്മൾ നിറയപ്പെടാൻ ആഗ്രഹിച്ചേ. Glory Maria, Gloria Maria, Glory Maria, Gloria Maria. O പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഓ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ അഹങ്കാരത്തെ ചാമ്പലാക്കി മാറ്റണം. എളിമയുടെ അഗ്നി എനിക്ക് തരണം. എന്നെ കാണുന്നവരും കേൾക്കുന്നവരിൽ എല്ലാവരിലേക്കും മാതാവിൽ വിളങ്ങി നിന്ന ഈ പുണ്യം എല്ലാവരുടെ മേൽ, വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേൽ ഈ സമയം തന്നെ വർഷിക്കപ്പെടട്ടെ. സ്ത്രീഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ വയ്ക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. എല്ലാവരും ആഗ്രഹിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. എളിമയുടെ പുണ്യം കിട്ടിയിട്ട് ഞങ്ങൾ മാറുള്ളൂ. യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുക. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എളിമയെ കൊണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല കർത്താവേ. ഈ ആരാധന സമയത്ത് എൻ്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആരെ കുറിച്ച് അഹങ്കരിക്കാതെ എളിമപ്പെടാൻ തീ കർത്താവ് തരണമേ. അഹങ്കാരത്തിന്റെ ദുരാത്മാക്കളെ യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുക. പ്രഭാഷകം 10:7 അധികാരത്താൽ ക്ലെയിം ചെയ്ത് ബന്ധിക്കുന്നു. പ്രഭാഷകം 10:9 അധികാരത്താൽ ബന്ധിക്കുന്നു. വാചന ശക്തിയെ വിടുതൽ സംഭവിക്കട്ടെ. നമുക്ക് മുട്ടുമേ നിൽക്കാൻ പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി ശിരശ്രമിച്ച് വലിയ എളിമയോടെ ഇത് ജീവിക്കുന്ന ദൈവമാണ്. എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം
ദൈവമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും